നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് ഐഫോൺ 11 അൺബോക്സിംഗ് ആണ്. നമുക്കിത് ചെയ്ത് നോക്കാം. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. നമുക്കിത് പെട്ടെന്ന് തന്നെ അൺബോക്സിങ് ചെയ്ത് നോക്കാം. മഴ പെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്, അതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഇത് നോക്കണം. ഈ ബോക്സിൻ്റെ ഉള്ളിൽ സാധാരണ കാണുമ്പോൾ ഒരു ബില്ലാണ് ഉള്ളത്, ഫ്ലിപ്കാർട്ടിൻ്റെ. ഇതാണ് ഐഫോണിൻ്റെ ഒരു കവറുണ്ട്. അതിൻ്റെ ബാക്കിൽ ഡീറ്റെയിൽസ് ഒക്കെ എഴുതിയിട്ടുണ്ട്. ഡിസൈൻഡ് ബൈ ആപ്പിൾ ഇൻ കാലിഫോർണിയ, അസംബിൾഡ് ഇൻ ചൈന എന്ന് എഴുതിയിട്ടുണ്ട്. 128 GB വാരിയൻ്റാണ് നമ്മളിവിടെ പർച്ചേസ് ചെയ്തത്. ഇതിൻ്റെ പ്രൈസ് വരുന്നത് 69,990 രൂപയാണ്. നമുക്കിത് ലഭിച്ചത് 57,990 രൂപയ്ക്കാണ്. നമുക്കിത് ഓപ്പൺ ചെയ്ത് നോക്കാം. വാവ്, ഇതാണ് ഫോണ്. ബാക്കിയുള്ള ഡീറ്റെയിൽസ് നമുക്ക് വണ്ടിയുടെ ഉള്ളിൽ നോക്കുന്നതായിരിക്കും നല്ലത്. ഇപ്പം കുറച്ച് മഴ കൂടിയിട്ടുണ്ട്, അപ്പം ബാക്കിയുള്ള ഡീറ്റെയിൽസ് നമുക്ക് വണ്ടിയുടെ ഉള്ളിൽ കയറിയിട്ട് നോക്കാം. നമ്മളിപ്പം മഴയത്തുനിന്ന് ഓപ്പൺ ചെയ്തുകൊണ്ട് ചെറിയ രീതിയിൽ വെള്ളം ഇതിനായിട്ടുണ്ട്. ഈ ഫോൺ വാട്ടർ റെസിസ്റ്റൻ്റ് ആണ്. വെള്ളത്തിനടിയിൽ 2 മീറ്റർ വരെ 30 മിനിറ്റ് നിന്നാലും കുഴപ്പമുണ്ടാവില്ല, അതുകൊണ്ട് കുഴപ്പമില്ല. ഈ ബോക്സിനുള്ളിൽ 2 ലോഗോ ഉണ്ട്, ആപ്പിളിൻ്റെ. പിന്നെ ഇതിൻ്റെ 2 ബ്രൗഷറും ഇതിലുണ്ട്. ഇതിൻ്റെ കൂടെ തന്നെ ഐഫോണിൻ്റെ ഒരു ഇയർഫോണും കൂടി കിട്ടുന്നുണ്ട്. ഇതിൻ്റെ ഒരു ചാർജർ വളരെ സ്ലിം ആയിട്ടുള്ള അഡാപ്റ്ററാണ് ഇതിനുള്ളത്. ഇതൊരു 5 വാട്ട് ചാർജറാണ്. 10 വാട്ടൊക്കെ ആയിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടെ ബെറ്റർ ആയേനെ. ഈ മൊബൈൽ 18 വാട്ട് വരെ സപ്പോർട്ട് ചെയ്യും. ഇത്രയാണ് ഈ ബോക്സിലുള്ളത്. ഞാനിവിടെ പർച്ചേസ് ചെയ്തിരിക്കുന്നത് ബ്ലാക്ക് കളർ ഐഫോൺ 11 ആണ്. നമുക്ക് ഈ ഫോണിൻ്റെ വെയിറ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. 192 ഗ്രാം, 192 ഗ്രാം മാത്രമേ ഇതിന് വെയിറ്റ് ഉള്ളൂ. ഇതിൻ്റെ താഴ്ഭാഗത്തായി ചാർജിംഗ് പോർട്ട്, മൈക്രോഫോൺ, സ്പീക്കർ എന്നിവ കാണാം. റൈറ്റ് സൈഡായി സിം ട്രേയും പവർ ബട്ടണും കാണാം. മുകൾ ഭാഗത്ത് പ്രത്യേകിച്ച് ഒന്നും പോർട്ടൊന്നുമില്ല. ഇതിൻ്റെ ലെഫ്റ്റ് സൈഡായിട്ട് നമുക്ക് വോളിയം ബട്ടണും ഒരു സൈലൻ്റ് ആക്കാനൊക്കെ യൂസ് ചെയ്യുന്ന ഒരു ബട്ടണും കൂടെ കാണാം. ബാക്ക് സൈഡ് 2 ക്യാമറയും ഒരു ഫ്ലാഷും ഒരു ലോഗോയും കാണാം. നമുക്കിതിൻ്റെ ഗ്ലാസിൻ്റെ ഈ കവറൊന്ന് പീൽ ചെയ്ത് കളയാം. ഡിസ്പ്ലേ 6.1 ഇഞ്ച് ലിക്വിഡ് റെറ്റിന HD ഡിസ്പ്ലേ ആണ് ഈ ഫോണിന് നൽകിയിട്ടുള്ളത്. ഇതിൻ്റെ പിറകുവശത്ത് നമുക്ക് കാണാം 2 12 മെഗാ പിക്സലിൻ്റെ ക്യാമറയാണ് ഇവിടെ പ്ലേസ് ചെയ്തിട്ടുള്ളത്. ഒന്ന് വൈഡ് ക്യാമറയും മറ്റൊന്ന് അൾട്രാ വൈഡ് ക്യാമറയാണ് ഇവിടെ തന്നിട്ടുള്ളത്. പിന്നെ ഒരു ഫ്ലാഷും ഇവിടെ മൗണ്ട് ചെയ്തിട്ടുണ്ട്. ഈ 12 MB ക്യാമറ മതിയോ എന്ന് പലരും എന്നോട് ഡൗട്ട് ചോദിച്ചിട്ടുണ്ട്. ഇപ്പോൾ കാണുന്ന എല്ലാ ആൻഡ്രോയിഡ് ഫോണും 48 മുതൽ 64 വരെയുള്ളൊക്കെ ക്യാമറയാണ് ഇപ്പോൾ കണ്ടുവരുന്നത്. ശരിക്കും നമുക്ക് 4K റെസൊല്യൂഷൻ വീഡിയോ റെക്കോർഡ് ചെയ്യാൻ വേണ്ടിയിട്ട് 8.3 മെഗാ പിക്സൽ മാത്രമേ വേണ്ടുള്ളൂ. അൾട്രാ HD 4Kക്ക് വേണ്ടിയിട്ട് 8.85 മെഗാ പിക്സൽ മാത്രം മതി. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ പ്രൈമറി ക്യാമറ ആയാലും സെക്കൻഡറി ക്യാമറ ആയാലും ബെസ്റ്റ് ക്വാളിറ്റിയാണ്. ഇതിൻ്റെ റെസൊല്യൂഷൻ കാൽക്കുലേറ്റ് ചെയ്യാൻ ഒരു ഇക്വേഷൻ ഉണ്ട്. ഞാനത് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, ഡൗട്ടുള്ളവർക്ക് അത് നോക്കി ഒന്ന് ചെക്ക് ചെയ്യാം. ഈ ഫോണിൻ്റെ ഡയമെൻഷൻ 75.7 mm വിഡ്ത്തും 150.9 mm ഹൈറ്റും ഡെപ്ത് 8.3 mm ആണ്.
ഇത് ഹോൾഡ് ചെയ്യാനും ഹാൻഡിൽ ചെയ്യാനും ഈസിയാണ്. ഇത് ഓൺ ചെയ്തിട്ടുണ്ട്. ഓൺ ചെയ്യുമ്പോൾ തന്നെ ഐഫോണിൻ്റെ ഒരു ലോഗോ തെളിഞ്ഞു വന്നിട്ടുണ്ട്. കുറച്ച് ടൈം എടുക്കുന്നുണ്ട് ബൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഹലോ. ഇതിൻ്റെ ഡിസ്പ്ലേ 15.49 സെൻറ്റിമീറ്റർ അഥവാ 6.1 ഇഞ്ചാണ്. ഇതിൻ്റെ റെസൊല്യൂഷൻ വരുന്നത് 1792x828 പിക്സൽസ് ആണ്. റെസൊല്യൂഷൻ ടൈപ്പ് വരുന്നത് ലിക്വിഡ് റെറ്റിന HD ഡിസ്പ്ലേ ആണ്. സെറ്റ് ഓപ്പൺ. ലാംഗ്വേജ് സെലക്ട് ചെയ്യാൻ വേണ്ടി വരുന്നുണ്ട്. ഐഫോൺ ആയതുകൊണ്ട് ഇതിൽ ഒരുപാട് ലാംഗ്വേജ് ഇതിലുണ്ട്. ഹിന്ദി പോലും ഇതിൽ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഓപ്ഷൻ ഉണ്ട്. നമ്മളിവിടെ സെലക്ട് ചെയ്യുന്നത് ഇംഗ്ലീഷാണ്. ഇത് സപ്പോർട്ടിംഗ് നെറ്റ്വർക്ക് 4G VoLTE, 4G LTE, ഇൻ്റർനെറ്റ് കണക്ടിവിറ്റി 4G സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ബ്ലൂടൂത്ത് വേർഷൻ 5 ആണ്. വൈഫൈയും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. നമ്മളിവിടെ ഇന്ത്യ സെലക്ട് ചെയ്തു. സെറ്റപ്പ് മാനുവലി കണ്ടിന്യൂ. കീബോർഡ് കണ്ടിന്യൂ. വൈഫൈ ആയിട്ട് നമ്മളിത് കണക്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫേസ് ID ഒന്ന് സ്കാൻ ചെയ്തെടുക്കാം. ഈ ഫോണിൻ്റെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം വരുന്നത് iOS 13 ആണ്. പ്രോസസ്സർ ടൈപ്പ് A13 ബയോണിക് ചിപ്പാണ്. നമ്മളുടെ ഫേസ് ID സ്കാൻ ചെയ്തിട്ടുണ്ട്. കണ്ടിന്യൂ കൊടുക്കാം. ഫേസ് ID ഈസ് നൗ സെറ്റപ്പ്. നമ്മളിവിടെ 2 പ്രാവശ്യം ഫേസ് ID സ്കാൻ ചെയ്തിട്ടുണ്ട്. കണ്ടിന്യൂ കൊടുക്കുക. ക്രിയേറ്റ് പാസ്വേഡ്. ആപ്പ് ആൻഡ് ഡാറ്റ എന്ന് പറഞ്ഞിട്ട് ഇവിടെ വന്നിട്ടുണ്ട്. ഇതിൻ്റെ സിം ട്രേ നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇത് ഡുവൽ സിം ആണ്. ഒരു നാനോ സിമ്മും ഒരു ഇ സിമ്മും സപ്പോർട്ട് ചെയ്യും. ചെറിയൊരു സിം ട്രേ ആണിത്. സെറ്റിങ്സ് ചെയ്ത് കഴിഞ്ഞാൽ വെൽക്കം ടു ഐഫോൺ. സ്വൈപ്പ് ടു ഗെറ്റ് സ്റ്റാർട്ടഡ്. ഇത് ഓപ്പൺ ആയിട്ടുണ്ട്. ആപ്പിൾ ID വെരിഫിക്കേഷൻ കോഡൊക്കെ വന്നിട്ടുണ്ട്. ഈ ഫോണിൽ 4K വീഡിയോ റെക്കോർഡിംഗ് ചെയ്യാം. കുറച്ച് വീഡിയോസും ഫോട്ടോസും ഇതിൽ നിന്ന് എടുത്തു നോക്കാം. ഇതിൽ നിന്നുള്ള വീഡിയോസ് ബെസ്റ്റ് ക്വാളിറ്റി തന്നെയാണ്. മൊബൈലിൽ വീഡിയോ റെക്കോർഡൊക്കെ ചെയ്യുന്ന വ്ളോഗേഴ്സിന് വളരെ ഉപകാരപ്രദമായിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് തന്നെയാണിത്. പർച്ചേസ് ചെയ്യുമ്പോൾ മിനിമം 128 GB ഇൻറ്റേർണൽ മെമ്മറി ഉള്ള പ്രോഡക്റ്റ് എങ്കിലും വാങ്ങണം. 4K വീഡിയോ ഒക്കെ റെക്കോർഡ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ അത് മതിയാകാതെ വരും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ ബൈ. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. താങ്ക് യു.